വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഒരു വെക്കേഷൻ ടൈമിലുള്ള എൻ്റെ ഒരു ഡേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ലേറ്റായിട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ഈ കർട്ടനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചു കൂട്ടാം, കുറച്ച് സൺലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ അടുപ്പിച്ച് മഴയാണല്ലോ, രാവിലെയൊക്കെ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ വെളിച്ചം കുറച്ച് റൂമിലേക്ക് കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്ലൈൻഡറൊക്കെ ഒന്ന് തുറന്നു വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡൊന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ വെക്കേഷനായിട്ട്. എന്നാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ബെഡ് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാനെപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയാണ്. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇന്നത്തെ ചട്നി നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നന്നായി തന്നെ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പാഴ്സലിൽ ഞാൻ വളരെയധികം അത്യാവശ്യമായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ ഫോണിനൊരു കേസ്. ഞാൻ ഈ ഫോൺ വാങ്ങിച്ചപ്പോൾ നമുക്കൊരു കേസ് കിട്ടില്ലേ, ഇപ്പോൾ ഫോൺ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള കേസ് അവർ തരില്ലേ, ആ ഒരു കേസായിരുന്നു. ഞാനത് വാങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ ആ ഒരു കേസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു ചേഞ്ച് വേണം. ഒന്നാമത് അത് ക്ലിയർ കേസ് ആയതുകൊണ്ട് അതിൽ ഈ ചെളിയൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു ലുക്കില്ലാതെ ഫോണിൻ്റെ ഭംഗി തന്നെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മറ്റേ എന്താ പറയുക, അതിന് സോക്കറ്റ് കൈ വെച്ച് നമുക്കിങ്ങനെ ഫോൺ സ്റ്റാൻഡ് പോലത്തെ സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറുള്ളതാണ് വാങ്ങിയത്. കാരണം എൻ്റെ ഫോണിന്, ഈ ഒരു ബ്രാൻഡിൻ്റെ ഫോണിന് ബ്ലാക്ക് കളർ മാത്രമേ അവരത് ഇറക്കുന്നുള്ളൂ, ആ ഒരു കേസ്. പിന്നെ അച്ഛൻ്റെ ഫോണിൻ്റെ കവറും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. അതായത് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛനും കൂടി ഒരു ഫോൺ കേസ്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത്യാവശ്യം സെയിം ആണ്, കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമുക്ക് വിശക്കും. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര വിശപ്പാണ്. അപ്പോൾ നമുക്കിന്ന് ഫുഡിന് ചോറ്, പരിപ്പ് കറി, പിന്നെ സോയാബീൻ്റെ ഒരു റോസ്റ്റ് പോലെ, പിന്നെ അച്ചാറും, നല്ല അടിപൊളി കറികളൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നേ ദിവസമായിരുന്നല്ലോ +1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ അനിയത്തിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് എക്സാം തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മോട്ടിവേഷന്, ഞാൻ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവൾക്ക് ഒരു ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് ഞാനും അമ്മയും കൂടിയിട്ട് ബേക്കറി പോയിട്ട് അതൊക്കെ വാങ്ങിച്ചു. ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ, റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ അതിനർത്ഥം നിങ്ങളൊന്നും പഠിക്കാത്ത കുട്ടികളാണെന്നുള്ളതല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവും. അതിന് ഫുൾ A+ ഒന്നും ഒരു മാനദണ്ഡമല്ല കേട്ടോ, നല്ല മാർക്കും മാനദണ്ഡമല്ല. നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ അനിയൻ്റെ 1ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അവനിനി 1st സ്റ്റാൻഡേർഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസമാണെന്ന്. അപ്പോൾ ഞാൻ ബാഗൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ അകത്തേക്ക് കയറ്റി വയ്ക്കുകയാണ്. കാരണം വീണ്ടും മഴക്കാറ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ മുല്ലപ്പൂമാല കോർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അമ്മയാണ് ഇതിലൊക്കെ സ്കിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ അമ്മ അത് അവിടെ കോർത്ത് വയ്ക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അമ്മ ഇങ്ങനെ കോർക്കുന്നതും നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. എനിക്കൊന്നും ഇങ്ങനത്തെ പരിപാടികൾ എനിക്ക് തീരെ സ്കില്ലില്ല കേട്ടോ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതിന് ശേഷം ഞാൻ പിന്നെ റൂമിൽ വന്നു. നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാനൊന്ന് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇന്ന് രാത്രി നമ്മൾ പാനിപ്പൂരി ഉണ്ടല്ലോ, അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ പുറത്തുനിന്ന് പാനിപ്പൂരി കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസ് ഉണ്ടല്ലോ ഈ സ്ട്രീറ്റ് ഫുഡിലൊക്കെ ഓരോന്ന് ചേർക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പുറത്ത് പോയിട്ട് ഈ പാനിപ്പൂരിയൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ സേഫായിട്ട് വീട്ടിലുണ്ടാക്കിയതാണ് നമ്മൾ കഴിക്കുന്നത്. ഈ ഫില്ലിങ്ങും ഈ ചട്നി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ആ പൂരി മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഡോണറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ അനിയന് 2 വാങ്ങിയിട്ടുള്ളൂ, ഒന്ന് അനിയനും അനിയത്തിക്കും. അപ്പോൾ അനിയന് ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അവൻ ഇങ്ങനത്തെ മധുരമുള്ള സാധനങ്ങളൊന്നും കാര്യമായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അവനത് എനിക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറേ മുന്നേ വരച്ച ഡൂഡിൽസാണ് കേട്ടോ. ഞാൻ അങ്ങനെ വരയ്ക്കാൻ ഭയങ്കര കഴിവുള്ള ആളൊന്നുമല്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഡൂഡിൽസ് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഫേസസൊക്കെ. എൻ്റെ അനിയനെ എന്ത് ചിത്രം കിട്ടിയാലും അതവന് വെട്ടിയിട്ട് പീസാക്കിയിട്ട് അവൻ്റെ കയ്യിൽ കിട്ടണം. അപ്പോൾ പിന്നെ ഞാൻ അവനങ്ങനെ വെട്ടാൻ വേണ്ടി സമ്മതിച്ചു കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇത് വരച്ച് തരുമോ, ഇതൊന്നിങ്ങനെ വെട്ടിത്തരുമോ, എനിക്ക് കളിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ വരച്ചത് കുറേ മുന്നേ വരച്ചതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഞാനിങ്ങനെ എൻ്റെ തന്നെ പെയിൻറ്റിങ്സ് നോക്കി കുറച്ച് സമയം ഇരുന്നു. വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അതിങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു വെട്ടിയപ്പോൾ കാണാൻ. പിന്നെ അനിയത്തി ഒരു ദോശ ചുട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഉണ്ടാക്കിത്തരാം. അവൾക്ക് ഇങ്ങനെ ദോശ ഇങ്ങനെ ഒഴിക്കാനിങ്ങനെ അറിയില്ല, ഇങ്ങനെ പരത്താൻ. അപ്പോൾ അങ്ങനെ ഞാൻ അത് പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട അവൾ തന്നെ പൊരിച്ചു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.